ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഗുരുവായൂരോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരും അതിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലങ്ങൾ, ഞങ്ങൾ പോയ കുറച്ച് സ്ഥലങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ രാത്രിയാണ് യാത്ര തിരിച്ചത്. രാത്രി ഒരു 7:30 മണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ചേട്ടൻ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇച്ചിരി ലേറ്റായിപ്പോയി ഇറങ്ങിയത്. ഇത് പത്തനംതിട്ടയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇനി തൃശ്ശൂർക്ക് പോകാൻ ഒരു 4:30 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. ഗൂഗിൾ മാപ്പിട്ട് നോക്കിയാൽ പോയത് കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ഒരിടത്ത് മാത്രമേ ബ്ലോക്ക് ഉള്ളായിരുന്നുള്ളൂ. ബാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു, ഒരു 12:30 അടുപ്പിച്ചൊക്കെ ആയപ്പോഴത്തേന് ഞങ്ങൾ ഗുരുവായൂരെത്തി. എന്നിട്ട് അവിടെ നിന്ന് ഒരു റൂം എടുത്തു. നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് റൂം എടുത്തു. അമ്പലം രാവിലെ 3 മണിക്ക് തുറക്കില്ലേ, നിർമ്മാല്യം തൊഴാമെന്ന് വിചാരിച്ചപ്പോൾ തലേ ദിവസമേ ക്യൂ ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും പിന്നെ ഉറങ്ങിയിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത് രാവിലെ കുളിച്ചൊരുങ്ങി. പക്ഷേ തനുക്കുട്ടി ഭയങ്കര ഉറക്കമായിരുന്നു. എത്ര വിളിച്ചിട്ട്, കാരണം ഉറങ്ങിയപ്പോൾ തന്നെ 1 മണിയൊക്കെ കഴിഞ്ഞു രാത്രി. അങ്ങനെ തനുവിന് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നു. അങ്ങനെ അവനെ ജസ്റ്റ് കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി എടുത്തു. എന്നിട്ട് ഇത് കാണുന്നത് അവിടുത്തെ തന്നെ ഗുരുവായൂരത്തെ കാർ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അവിടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് നടന്നു. ഇതേ അമ്പലത്തിൻ്റെ മുകളിൽ എന്തോ കെട്ടുമൊക്കെയാണ്. അങ്ങനെ പണിയൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. രാവിലെ ചുറ്റുമൊന്നും തിരക്കില്ല, പക്ഷേ ക്യൂ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്യൂ ഉണ്ടായിരുന്നു. അമ്പലത്തിനുള്ളിൽ മൊബൈലൊന്നും കയറ്റില്ലല്ലോ, അതുകൊണ്ട് മൊബൈലും അതുപോലെ തന്നെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കുക. സ്പെഷ്യൽ ക്യൂ ഉണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് കയറാൻ പറ്റും. അതിന് ടിക്കറ്റ് റേറ്റ് 1000 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങളത് എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതു, ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് ശിവേലിയൊക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കുറേ സമയം അവിടെ നിന്നു. നിർമ്മാല്യം തൊഴണമെങ്കിൽ തലേദിവസം രാത്രിയെ വന്ന് ക്യൂ നിൽക്കണം കേട്ടോ. അതും കുറച്ച് പേർക്കേ കാണാൻ പറ്റുള്ളൂ. ഒരു 3-4 കല്യാണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്നും കാണുമല്ലോ ഇവിടെ കല്യാണം. അമ്പലത്തിൽ പോകുന്ന 2 സൈഡിലും നിറച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാവില്ലേ. ബുക്ക് സ്റ്റോളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോസും എല്ലാം ഇല്ലേ. അങ്ങനെ ഞാൻ അടുത്ത് കണ്ടൊരു ഷോപ്പിൽ തന്നെ കയറി കേട്ടോ. അവിടെ ഒരുപാട് രസമുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. മിക്കതും വാങ്ങാൻ തോന്നുന്നു കേട്ടോ. ഞാൻ ആദ്യം കണ്ടൊരു ഷോപ്പിൽ തന്നെ കയറിയിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ തന്നെ ഒരുപാട് വിഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാനൊരു വിളക്ക് വാങ്ങി, ഒരു കുഞ്ഞ് വിളക്ക് വാങ്ങി. അതുപോലെ തന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു ഷോ പീസും വാങ്ങി. പിന്നെ നമ്മുടെ തനുക്കുട്ടിക്ക് ഇതൊക്കെ കണ്ട കളിപ്പാട്ടം കിട്ടിയേ തീരൂ, ഭയങ്കര വാശിയായിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു സംഭവം വാങ്ങിക്കൊടുത്തു, ഒരു ജെല്ലിൻ്റെ ഒരു സാധനം. ഈ കൃഷ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണ്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയില്ല കേട്ടോ, വാങ്ങേണ്ടായിരുന്നു ഒരെണ്ണം. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനത് ഓർക്കണേ. പിന്നെ ചേട്ടന് 2 കൃഷ്ണൻ്റെ പടം വേണമായിരുന്നു. അങ്ങനെ ഇവിടെ നിന്നൊരു ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു കുഞ്ഞ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞ് തടിയിലെ കൃഷ്ണൻ്റെ ഒരു പടമുണ്ട്, അതും വാങ്ങി. ഈ സൈഡിലുണ്ട് ഒരു സർക്കിൾ ഷേപ്പിൽ, നല്ലതായിരുന്നു അത്. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു. മോൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു ജെല്ലി ടൈപ്പ് സാധനം വാങ്ങിക്കൊടുത്തെന്ന്. അത് ഇവിടെ എല്ലാം പണി നടക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, മണലൊക്കെ കൊണ്ടിട്ടിട്ട് അവിടെ എല്ലാം പണി നടക്കുമായിരുന്നു. അങ്ങനെ അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. നേരെ ഒരു മിൽമയുടെ ഒരു ഷോപ്പിലാണ് പോയത്. അവിടെ നിന്ന് സംഭാരവും സിപ്പപ്പും ഒക്കെ വാങ്ങി കേട്ടോ. നല്ല വെയിലും ചൂടുമാണ്. പിന്നെ ശരവണ ഭവനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂരിയാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, സാധാ പൂരി. പാർക്കിങ്ങിൽ പോയി വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഔട്ട് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ പോകുന്നത് ഈ ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഗുരുവായൂർ വരുന്ന എല്ലാവരും ഗുരുവായൂർ ടെമ്പിൾ കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ട് വന്ന് തൊഴാറുണ്ട്.
അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കയറി വരുമ്പോൾ തന്നെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. ഇത് മഹാദേവൻ്റെ ക്ഷേത്രമാണേ. അവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് തൊഴാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കയറി ചുറ്റും നടന്ന് ഒന്ന് തൊഴുത് വന്നതേ ഉള്ളൂ. ഒരുപാട് പണികൾ നേരത്തെ അവിടെ കണ്ടതുപോലെ മണലും എല്ലാം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ: ഗുരുവായൂർ ക്ഷേത്ര ദർശന സാഫല്യം, ശ്രീ മമ്മിയൂർ ക്ഷേത്ര ദർശനത്തോടെ പൂർണ്ണം. എനിക്കറിയില്ലായിരുന്നു, ചേട്ടനാണ് പറഞ്ഞത് ഗുരുവായൂർ തൊഴുതിട്ട് ഇവിടെയും വന്ന് തൊഴാമെന്ന്. ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിയൊരു ക്ഷേത്രമാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ഇനി നേരെ പോകുന്നത് ആനക്കോട്ടയിലോട്ടാണ്. അതിവിടെ നിന്നൊരു 3 കിലോമീറ്ററൊക്കെ വരും കേട്ടോ. ഒരു 3-3.5 കിലോമീറ്റർ ആകുമ്പോഴത്തേന് നമ്മൾ അവിടെ എത്തും. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെ ക്ഷേത്രത്തിലെ ആനകളും ഒക്കെ അവിടെ ഉണ്ടാവും. രാവിലെ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് 1-2 സ്ഥലങ്ങളിലും കൂടെ അവിടെ അടുത്തുള്ളത് പോകാൻ പറ്റും കേട്ടോ. ഞാൻ ഇതാ പറഞ്ഞ ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോട്ട. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനത്തറവാടെന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്നതാണ് പുന്നത്തൂർ കോട്ട. ഇപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ഒരുപാട് മരങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ, വൃക്ഷങ്ങളൊക്കെയുള്ള. ഒരുപാട് ആനകളുണ്ട്. നമ്മൾ കുറച്ച് ആനകളെയാണ് ഇവിടെ കണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ അങ്ങ് ബാക്കിലോട്ട് നിൽക്കുമായിരുന്നു, ഉള്ളിലോട്ടായിരുന്നു. പിന്നെ ഈ ഒരു ആനയില്ലേ, ഇത് ഇച്ചിരി വയലൻ്റ് ആണെന്ന് തോന്നുന്നു. ഭയങ്കര ബഹളമായിരുന്നു. വലിയ കൊമ്പൊക്കെയുള്ള ഒരാന. ഓരോ ആനയ്ക്കും ഓരോ സ്വഭാവമാണ് കേട്ടോ. ഓരോ ആനയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴും അത് കാണിക്കുന്നതൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. ഇനി ഞാനൊരു ഫേവറേറ്റ് ആനയെ കാണിക്കാമേ. ഇതാണ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ആനയാണ്. ഞാൻ ഇതിൻ്റെ ഒരു റീൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ വരുവാണെങ്കിൽ ആനയെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അവിടെ നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്, മറൈൻ വേൾഡ്. അത് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ നോക്കിയപ്പോൾ താനും എന്നെ സമ്മതിക്കുന്നില്ല മോൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.